ഹായ് ഫ്രണ്ട്സ്, ഒരു ഫിഷ് ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. ആദ്യം തന്നെ കഴുകി വെച്ച മീനിലേക്ക് മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ചോപ്പ്ഡ് ഒനിയൻ, പിന്നെ കറി ലീവ്സും ചില്ലിയും ടൊമാറ്റോയും പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസും കുറച്ച് ക്യാരറ്റൊക്കെ ചോറിലേക്ക് അരിഞ്ഞ് വെച്ചത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ച റൈസ് അതുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം തോതിൽ വെള്ളം ഒഴിച്ചു കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചോപ്പ്ഡ് ഒനിയൻസ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിനുശേഷം നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനമാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ചില്ലി, മറ്റേ ഫിഷ് മസാലയും പിന്നെ ഗുണ്ടൂർ ചിക്കൻ പൗഡറും, അത് കുറച്ചൊരു കളറും കുറച്ച് എരിവിനും വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത മീൻ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ മാക്സിമം അധികം ഇളക്കാണ്ട് നിൽക്കുക, കാരണം മീൻ പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ച് കുക്കർ തുറന്ന് നോക്കുമ്പോൾ അരിയുടെ കൺസിസ്റ്റൻസി ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഉണ്ടാക്കാം. ആദ്യം തന്നെ വലിയൊരു വെസലെടുത്തിട്ട് അതിലേക്ക് എണ്ണ ഫുള്ളായിട്ട് തേവി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയും പിന്നെ കുറച്ച് ലീവ്സും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തിക്നെസ്സിൽ റൈസായി കഴിയുമ്പം അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേവി ഇങ്ങനെ പീസസൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, റൈസിൻ്റെ മുകളിലായിട്ട്. പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന കുറച്ച് കിസ്മിസും മുന്തിരിയും ഉള്ളി വാട്ടിയതും ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ബാക്കി വന്ന ചോറെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ലെയറും കൂടെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ഇലകളും പിന്നെ വീണ്ടും ഫിഷിൻ്റെ ബാക്കിയുള്ള ഗ്രേവിയും പിന്നെ കുറച്ച് ലെമണും കൂടെ ആക്കി നല്ലോണം ഹീറ്റ് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ സെർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് പീസസൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്